ഞാൻ ഈ അടുത്ത് മാർക്കോനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സത്യം. നമസ്കാരം. സംസാരിച്ച് ശരിയില്ലാത്ത ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ക്രിപ്റ്റ്. കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നൗഫലിക്കും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ മടിച്ചു. കാരണം ഇപ്പം എങ്ങനെ അത് നല്ലൊരു രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ കൈ വിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എന്നെ കൺസിഡർ ചെയ്തതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. കൂടുതലായി ഒന്നും പറയാനില്ല. മാത്യു പറഞ്ഞ മാതിരി തന്നെ കഥ കേട്ട് ഞാനും ചിരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചിരിപ്പിക്കുന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഈ പണം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ഇപ്പൊ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുൾ ടീമുമായിട്ട് ഒരു നല്ല റാപ്പോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കുറച്ച് ദിവസം മീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ വൈബ് ഓൺ ആയി. അപ്പോൾ ഐ എം സോ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് ഇൻ ദിസ് ഫിലിം. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പടമായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് us. താങ്ക് യു. ജ്യോതിഷും സുനും പ്രണയവിലാസ്, ഞാൻ പ്രണയവിലാസത്തിലെ റൈറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ ആയിരിക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ജ്യോതിഷാണ് ഇത് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്, കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ജ്യോതിഷായിരുന്നു. പിന്നെ മുൻപ് ഈ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ജിനിച്ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും അല്ല ടീംസ് ആണ് പറയുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്തെല്ലാം പോകുന്ന പോലെ ഒരു പേടിയൊക്കെ ഉണ്ട്. നോക്കാം. താങ്ക് യു. ഈ സിനിമ ഇന്നിവിടെ ടൈറ്റിൽ ലോഞ്ച് ആരംഭിക്കുമ്പോഴേക്കും 5ാം വാരത്തിലേക്ക് കടക്കുകയാണ്. ഹലോ മമ്മി, നമ്മുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ നായകനായെത്തിയ ഹലോ മമ്മി 5ാം വാരത്തിലേക്ക് കുതിച്ച് ഇപ്പോഴും ഫാമിലികളുടെ പ്രിയങ്കരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഇനി ക്രിസ്മസ് ഇതിലേക്ക് പോകുമ്പോഴേക്കും ഹലോ മമ്മി ഇനി കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തും. നമ്മുടെ പ്രിയപ്പെട്ട ഷറഫ് 2 വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളാണ് നിസാർക്ക് ഷജിനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സിനിമയുടെ എന്താ പറയുക കൊളുത്തൽ ചടങ്ങായിരുന്നു. അപ്പോൾ ഇവിടെ വരെ വരാൻ പറ്റിയതിൽ എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഈ സിനിമയുടെ കഥ എനിക്കറിയാം. ഞാൻ ഈ അടുത്ത് മാർക്കോനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സത്യം, ഉറപ്പായില്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഇതിൻ്റെ കഥ അറിയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തീമാണ്. ഇത് ഒരു വൻ വിജയമായി മാറട്ടെ. നൗഫലിന്റെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നരന്തല്. എനിക്ക് ഇരട്ടി മധുരമാണ്. കാരണം സൂക്ഷ്മദർശിനിക്ക് ശേഷം വരുന്ന സിനിമയാണ്. അത് മാത്രമല്ല, എൻ്റെ കഥാപാത്രം എനിക്കറിയില്ല. തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൽ ഉച്ച നോക്കുന്നുണ്ട്. അപ്പോ എനിക്ക് വർഷങ്ങളായിട്ട് നൗഫലൊക്കെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്തു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോ അതിനുശേഷം വീണ്ടും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പരിചയമുള്ളവരുടെ കൂടെ തന്നെ പ്രോജക്ട്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോജക്റ്റിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ചാൻസ് തന്നെ നൗഫലൊക്കെയാണ്.
ഹൊറർ കോമഡി ജോണറാണ്. അപ്പോൾ എല്ലാം ചെയ്യാനാണ് പ്ലാനും പരിപാടികളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലേ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ സിനിമയെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പ്ലാനിലൊന്നും അല്ല വന്നത്. എന്തായാലും എല്ലാവരും എക്സൈറ്റ് ഞാൻ ട്രെയിൻ ചെയ്തത് അതാണ്. ബാക്കി മാത്യു രണ്ടുപേർക്ക് നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ഈ പറഞ്ഞൊരു ഹൊറർ പരിപാടിയും കൂടെ ഉണ്ട് പടത്തില്. അപ്പോൾ ഈ പറഞ്ഞൊരു ചിരിപ്പിക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് പേടിപ്പിക്കാനും ഉള്ള ഇതുണ്ട്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇതാണ് പടത്തിന്റെ ഒരു മൂഡ്. ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു പരിപാടി ഉണ്ടാവും ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങൾ ചിരിക്കുകയും പേടിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇവർ പറഞ്ഞ പോലെ തന്നെ ചിരിപ്പിച്ച് പേടിപ്പിക്കുന്ന ഒരു അടിപൊളി പടമായിരിക്കും. അപ്പോൾ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യും.